Next, I would like to invite Pakru sir to share a few words with us. എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. കുറച്ചൊരു സൗണ്ട് തന്നാൽ നന്നായിരുന്നു. ഓഡിയം രണ്ടാമത് കിട്ടിയ ഈ ബോണസ് കൈയടിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ അതിഥികൾ, ബാമ്പിനോ സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാനും നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കാണാനും അവസരം ഒരുക്കി തന്ന ബാമ്പിനോയുടെ ഡയറക്ടേഴ്സ് ശ്രീ രാജേഷ്, അതുപോലെ ബിന്ദുമാം, അതുപോലെ ബാമ്പിനോയുടെ എല്ലാമായ സാരഥി പ്രമോദ് സാർ, ശ്രീ ഡെന്നി തുടങ്ങി വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികൾ, അതിനൊക്കെ അപ്പുറത്ത് ബഹുമാന്യനായ MLA ഇവിടുത്തെ രക്ഷകർത്താവ് കൂടിയാണ് ശ്രീ അരുൺജി തുടങ്ങി എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ അധികം തന്നെ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ഈ അടുത്ത കാലത്താണ് ബാമ്പിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ അടുത്ത് അറിഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഒരു കലാജീവിതം ആരംഭിച്ച് കുറേ കാലം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പങ്കെടുക്കേണ്ടി വന്ന വേദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദികൾ എന്ന് പറയുന്നത് സ്കൂളുകളുടെ വേദികളാണ്. പലതരത്തിലുള്ള പല രീതിയിലുള്ള സ്കൂളുകളിൽ പല പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവിടെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികൾക്ക് പഠനഭാരം കൊടുക്കാതെ, അവരിൽ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതെ, അവർക്ക് കൂടുതൽ സന്തോഷത്തോടെ കളിച്ച് പഠിക്കാൻ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു അന്തരീക്ഷം സ്കൂളുകളിൽ ഉണ്ടാവണം. കുട്ടികൾ രാവിലെ എണീറ്റ് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ സ്കൂളിൽ പോവാം എന്നുള്ള ഒരു ഉത്സാഹത്തോടെ റെഡിയായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കൂള് വളരെ വലിയ വിജയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ കാലം കുറേ ഇങ്ങനെ കടന്നു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികളിൽ കളികളെല്ലാം കുറഞ്ഞു തുടങ്ങി, പഠനഭാരങ്ങൾ കൂടി, സ്ട്രെസ്സ് വന്നു. കുട്ടികൾക്ക് പലർക്കും പലതരത്തിലുള്ള ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. പല രക്ഷിതാക്കളും വളരെ സങ്കടത്തോടു കൂടി സൈക്കാട്രിസ്റ്റിനെ വരെ കാണേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ ബഹുമാന്യരായ MLAയും MLAമാർ രണ്ടുപേരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ചർച്ച എന്ന് പറയുന്നത് പരിധി വിട്ട പല കാര്യങ്ങളും സ്കൂളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ലഹരിയുടെ ഉപയോഗമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യം തൊട്ട് സംസാരിച്ചു വന്ന ആ ഒരു ചിന്തയുടെ ഭാഗമുണ്ട്. കുട്ടികൾ കളിച്ച് പഠിക്കണം, സന്തോഷത്തോടു കൂടി പഠിക്കണം. അവരിൽ യാതൊരു തരത്തിലുള്ള മറ്റു തരത്തിലുള്ള അക്രമവാസനയും ഉണ്ടാവാതെ അവരിലെ നന്മയെ പരമാവധി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയിലൂടെ കുട്ടികൾ കടന്നു വന്നാൽ അത് വളരെ നല്ലതായിരിക്കും എന്നുള്ള ചിന്തയാണ്. അവിടെയാണ് എനിക്ക് പറയാനുള്ളത് ബാമ്പിനോ എന്ന സ്കൂളിൻ്റെ പ്രസക്തി. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയത് കുട്ടികൾ ഒരുപാട് കളിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ തന്നെ, ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ കൈയടിക്കാം, വളരെ ഉത്സാഹത്തോടു കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്, അല്ലേ? നിർബന്ധിച്ച് വിടുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ടീച്ചേഴ്സ്, നിങ്ങൾ രക്ഷിതാക്കളെ കാണുന്ന പോലെ തന്നെയാണോ അവർ ഹാപ്പി ആയിട്ടാണോ അധ്യാപകരുടെ അടുത്ത് ചെല്ലുന്നത്? അവർക്ക് ടീച്ചേഴ്സിനെ കാണണം, എൻ്റെ അടുത്ത് ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കുട്ടികൾ ആയിട്ടുണ്ട് എങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ മനോഹരമായ 1-2 ഡാൻസുകൾ കണ്ടു. പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുകയാണ്. മറ്റൊന്നുമല്ല, സാധാരണ ഇത്തരം പരിപാടികളിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളെ മുഖം പോലും മനസ്സിലാകാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൈമിന് 1ാം സമ്മാനത്തിന് വേണ്ടി മേക്കപ്പ് ചെയ്യുന്നില്ല, എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഇവിടെ ബഹുമാന്യനായ MLA അരുൺ സാർ പറഞ്ഞു, അതാണ് എൻ്റെ മകൾ എന്ന് പറഞ്ഞു. ചില പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ രക്ഷിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല, അത്തരത്തിൽ മേക്കപ്പ് ചെയ്തതാണ്. പക്ഷെ വളരെ വൃത്തിയായിട്ട് അതിന്
പ്രത്യേകം ആ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനെ അഭിനന്ദിക്കുന്നു. 3 ഡാൻസും വളരെ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. എൻ്റെ സുഹൃത്ത് ശ്രീ കലാഭവൻ പ്രവീണാണ് അത് കൊറിയോഗ്രാഫി ചെയ്ത് അതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രവീണിന് പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ഇനി എൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരാം. എന്നെക്കുറിച്ച് പ്രമോദ് സാറ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ പഠിക്കാൻ അത്ര വലിയ മിടുക്കനൊന്നുമല്ലായിരുന്നു. എന്നെ എണ്ണം തയ്ക്കാനാണ് സ്കൂളിൽ കൊണ്ടിരുത്തിയത്. സ്കൂളിലാകെ 75 പേരേ ഉള്ളൂ. പോരുന്ന എൻ്റെ കൂടെ ഇന്ന് 4 ടീച്ചർമാർ വന്ന് ചോദിച്ചു, വരാമെന്ന് പറഞ്ഞു. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. സിനിമയുടെ അടുത്ത കട്ട് പോലെ ഞാൻ സ്കൂളിലിരിക്കുകയാണ്. സ്കൂളിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ സ്കൂളിലെ ചെന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, വാർഷികം എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ വെക്കുവാണ്, അജയനും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം ഞാൻ അക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് വലിയ കുട്ടികൾ തട്ടിയിടാതെ അവരുടെ കാലിനിടയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. പരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, എന്നും പരുക്കാണ്. തട്ടിയിടുക, അവിടെ മുറിയുന്നു, ഇവിടെ മുറിയുന്നു, പ്രശ്നമാണ്. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, ഇങ്ങനെ വാർഷികം വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, കഥാപ്രസംഗം. ഒരു ചെറിയ കഥയൊക്കെ തട്ടിക്കൂട്ടി സ്റ്റേജിൽ കയറുന്നു, ചെറിയ ജുബയൊക്കെ ഇട്ട് കർട്ടൻ പൊങ്ങുന്നു, ബെഞ്ചും ഡെസ്ക് ഓടിയുന്നു. കാരണം അന്ന് എനിക്ക് ഇതിലും പൊക്കക്കുറവാണ്. അപ്പോൾ എൻ്റെ പൊക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെ മേളിൽ കയറി നിൽക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ സ്കൂളിന് എൻ്റെ ആദ്യത്തെ പെർഫോമൻസ് കനത്ത നഷ്ടം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ടീച്ചേഴ്സ് ചാടി വീണു. അജയ പെർഫോമൻസ് തുടങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ടേബിൾ കൊണ്ടുവന്നിട്ട് ഈ മൊമെൻ്റോ എടുത്ത് വെച്ചേക്കുന്ന പോലെ എന്നെ എടുത്ത് വെച്ചു. ഞാൻ സ്റ്റേജിൽ കയറി നിന്നു. അപ്പോഴാണ് എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നത്. എനിക്ക് ടെൻഷനായി ചെറുതായിട്ട്. കാരണം എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കി വയ്ക്കുക. ഞാൻ ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ തുടങ്ങി. പ്രിയ കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥ എന്ന് പറഞ്ഞതും കഥാപ്രസംഗത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ടെൻഷൻ കൊണ്ട്. പക്ഷെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വന്ന് അത് എൻഡ് ചെയ്തപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ഒരു കയ്യടി ഇങ്ങോട്ട് വന്നു. നിങ്ങളെനിക്ക് ആദ്യം നൽകിയ പോലത്തുള്ളൊരു ക്ലാപ്പ്. അത് വന്നപ്പോഴാണ് എനിക്ക് സ്വയം മനസ്സിലായത്, ഇങ്ങനെ നിന്ന് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കുണ്ടെന്ന്. ഇന്നും ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എന്നെ അന്ന് നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റിയ എൻ്റെ ആ 4 ഗുരുക്കന്മാരെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ആ പെർഫോമൻസ് കഴിഞ്ഞ് ഒരു നിലവിളക്കാണ് എനിക്ക് സമ്മാനം തന്നത്. ആ നിലവിളക്ക് ഇന്നും ഞാൻ പല റെക്കോർഡുകളുടെയും കൂടത്തിൽ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അന്ന് അവരെന്നെ നിർബന്ധിച്ചില്ലായിരുന്നു, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. ഇത് പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നമ്മൾ കണ്ടത് ചെറിയ കൊച്ചു കുട്ടികളുടെ പെർഫോമൻസാണ്. അവർ ആദ്യമായിട്ടാണ് വേദിയിൽ കയറുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്ത ആ ഒരു ക്ലാപ്പ് കണ്ടപ്പോൾ ഞാൻ പലരുടെയും മുഖത്തേക്ക് അവിടെയാണ് ശ്രദ്ധിച്ചത്. എന്തൊരു അഭിമാനമാണെന്നറിയോ. ഒരു വലിയൊരു പ്രോഗ്രാം വിജയിപ്പിച്ച ഒരു ആത്മവിശ്വാസത്തോടെയാണ് അവർ വരിയായിട്ട് ഇറങ്ങിപ്പോകുന്നത്. നാളത്തെ ചിലപ്പോൾ താരങ്ങളായിരിക്കും. പലപ്പോഴും ഞാൻ ഈ വേദിയിലെല്ലാം ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ സ്കൂളിലെല്ലാം പറഞ്ഞിട്ട് സ്റ്റേജിലെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് എനിക്ക് പൂ തന്നൊരു പയ്യൻ കണ്ടായിരുന്നല്ലോ, കെട്ടിപ്പിടിച്ച് നിന്നത്. അതുപോലൊരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു. എന്നോട് ചോദിച്ചു, പെർഫോമൻസ് കഴിഞ്ഞ് സ്റ്റേജിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത്, എന്താ നിൻ്റെ പേര് ചോദിച്ചു. ഞാനൊന്ന് ഞെട്ടി, എന്താ പറയേണ്ടത്. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അജയ് കുമാർ. ചേട്ടൻ്റെ പേരെന്നാന്ന് ചോദിച്ചു. സുജിത് മോൻ. നീ എത്രയല്ല പഠിക്കുന്നേ? ഞാൻ LKG. ഞാൻ UKG. പിന്നെ എന്നെ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കുക. പുള്ളി താഴേക്ക് നോക്കും, മുകളിലോട്ട് വരും. പിന്നെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി വളരെ സൂക്ഷ്മതയോടെ ഇരിക്കുക. ഒറ്റ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിൽ ഞാൻ ചിരിച്ചുപോയി. പിന്നെ നിനക്കെന്നെ ഒരച്ഛൻ്റെ മുഖം എന്ന് ചോദിച്ചു. അതായത് പുള്ളിക്കാരനെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ നോക്കിയപ്പോൾ അതിൽ വീണിട്ടില്ല. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്ത് അപാരമായ ചിന്താശക്തിയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കുന്ന കുട്ടികളാണിപ്പോൾ ഉള്ളത്. അവരുടെ ട്രാക്കൊന്ന് കറക്റ്റായിട്ട് സ്വിച്ച് ചെയ്ത് വിട്ടാൽ മതി, അവരങ്ങ് പൊക്കോളും.
ഇപ്പോൾ ഇവിടെ നമ്മൾ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇവൻ എൻ്റെ ഒപ്പം നിന്ന് തോളത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഒരു സെൽഫിയൊക്കെ എടുത്തോട്ടെ എന്ന് വെച്ചെടുത്തു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രമോദ് സാറേ, ഇവർ ലേബർ റൂമിൽ നിന്ന് ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറയുടെ ക്ലിക്ക് അവരുടെ മുഖത്തേക്ക് അടിക്കും. അത് ഈ ഹൈടെക് യുഗത്തിലേക്കുള്ള മാമോദിസ മുക്കലാണ്. പിന്നെ ഇവർ ഫോൺ എടുത്ത് എന്തും ചെയ്യും. അപ്പോൾ എനിക്കുള്ളൊരു അഭിപ്രായം, നമ്മളുടെയൊക്കെ കാലത്ത് ഈ ഡ്രില്ലും പി ടി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുറേ സമയം കളയുന്ന തയ്യൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, ഇവിടെ പല പല കാര്യങ്ങൾ, കളികളും മെൻ്റലി അവരെ കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും സ്കൂളുകളിൽ പോയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ മൊബൈലിനെ പറ്റി, സോഷ്യൽ മീഡിയ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചുമൊക്കെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ പേടിപ്പിക്കും, മൊബൈൽ എവിടെ വെക്കടാ, ഫോൺ എടുക്കണം വെക്കടാന്ന്. കോവിഡ് സമയത്ത് പറഞ്ഞു, ആ മൊബൈൽ എടുത്തൊന്ന് പഠിക്കടാന്ന്. കുട്ടികൾ ആകെ ടെൻഷനിലാണ്, ഇത് എന്താ ചെയ്യുക, ആകെപ്പാടെ ഇവർ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ആ കൺഫ്യൂഷൻ അതാണ് ആദ്യം മാറ്റേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം കൃത്യമായിട്ട് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. ഇപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ചർച്ചകൾക്കകത്ത് പറയുന്നുണ്ട് സിനിമകൾ ഒരുപാട് സ്വാധീനിക്കുന്നു കുട്ടികളെ. പലപ്പോഴും സിനിമകളിലെ വയലൻസ് സ്വാധീനിക്കാമായിരിക്കാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു കാര്യം സിനിമ സ്വാധീനിച്ചതുണ്ടായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ ഞാനൊന്ന് ഷെയർ ചെയ്യാം. മറ്റൊന്നുമല്ല, അത്ഭുതദ്വീപ് എന്ന സിനിമ, ആ സിനിമയ്ക്ക് മുമ്പ് അങ്ങനെ അധികം ആരും തന്നെ പൊക്കം കുറഞ്ഞവരാരും കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. ഈ സിനിമ റിലീസായി സിനിമ അത്യാവശ്യം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100 കല്യാണത്തിനെങ്കിലും പലരും വിളിച്ചു. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് പെണ്ണ് കെട്ടി തുടങ്ങി എന്ന് പലരും പറയുന്നുണ്ട്. അതായത് ചെറിയ ആളുകളിലും ഹീറോയിസം ഉണ്ട്, അല്ലെങ്കിൽ അവർക്കും എന്ന് പറയുന്നല്ല, അവരെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തൊരു സിനിമ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയുണ്ട് എങ്കിൽ എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്കൂളുകളിലും ഒരു ചെറിയ ക്ലാസ് റൂം പോലത്തെ ഒരു തിയേറ്ററുകൾ ഉണ്ടാക്കണം. ഒരു തിയേറ്ററുകൾ വന്നാൽ അങ്ങനത്തെ കുറച്ച് ഒരു തിയേറ്റർ മതി ഒരു സ്കൂളിൽ. നല്ല നല്ല സിനിമകൾ, നന്മയുടെ അംശങ്ങളുള്ള നല്ല നല്ല ക്ലാസിക് സിനിമകൾ കുട്ടികൾക്ക് കൊടുത്താൽ അത് അവരെ സ്വാധീനിക്കുമെങ്കിൽ, ഒരു പുതിയ തലമുറയ്ക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ കഴിയണം. എനിക്ക് തോന്നുന്നത് ബാംബിനോയും ഇനി അങ്ങനെ ഒരു ചെറിയൊരു തിയേറ്ററിനെ കുറിച്ചിട്ട് ആലോചിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു എളിയ ഒരു നിർദ്ദേശം ഞാൻ കൊടുക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, കാരണം കൂടുതൽ നമ്മൾ പ്രസംഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അതിന് മറുപടി രക്ഷിതാക്കൾക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് പറയുന്നതായിരിക്കും. ആരെങ്കിലും ഉണ്ടോ? ചോദിക്കുന്നോ? മോനുണ്ടോ ചോദിക്കാൻ? അപ്പോൾ മോൻ്റെ പേരാദ്യം പറയണം. ഇവിടെ വന്ന് നിന്നോ, പേര് പറ, മൈക്കിൽ പറ. നിവിൻ. നിവിൻ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ നിവിന്. ഓക്കെ, നിവിൻ എന്താ ചോദിക്കാൻ? സാറല്ല, ചേട്ടൻ. ചേട്ടന് ചോദ്യം മറന്നുപോയോ? ചേട്ടന് ഏറ്റവും പ്രൗഡായിട്ട് ഫീൽ ചെയ്ത മൊമെന്റ് ഏത്? പ്രൗഡായിട്ട് ഫീൽ ചെയ്ത മൊമെൻ്റ് ഒരുപാട് മൊമെൻറ്റുകളുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കൂളിൽ പ്രൗഡായിട്ട് തോന്നിയത്, ഒരിക്കൽ അതിഥിയായിട്ട് എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ചെന്ന സമയത്ത് അവൾ വേദിയിൽ നിന്നൊരു ഡാൻസ് ചെയ്തു. അത് ഞാൻ കണ്ടു. അത് എനിക്ക് പ്രൗഡായിട്ട് തോന്നി, വളരെ സന്തോഷം തോന്നി. അതേ അനുഭവം തന്നെ ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ MLA സാറിനും തോന്നിയിട്ടുണ്ടാവാം, ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, ഇനിയുണ്ടോ ചോദ്യം? ചേട്ടന് പോരട്ടെ. ഹാപ്പിനെസ് തോന്നിയ മൊമെന്റ് ഏത്? ഹാപ്പിനെസ്സും പ്രൗഡും പറയണം അല്ലേ? ഹാപ്പിനെസ് തോന്നുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലുള്ള നല്ല കുട്ടികൾ, മിടുമിടുക്കരായ കുട്ടികൾ ചേട്ടനെ പോലുള്ളവരോട് ഇങ്ങനെ വേദിയിൽ വന്ന് നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചേട്ടനത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും.
അതിനുവേണ്ടിയാണ് ചേട്ടൻ പറഞ്ഞത് ചോദിച്ചോളാൻ പറഞ്ഞത്. എങ്കിലേ നമുക്കൊരു ഒരു 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 നമ്മളൊക്കെ തമ്മിലൊരു ബന്ധം ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാപ്സ് കൊടുക്കണം, മിടുകൻ. നമ്മുടെ അഡ്വക്കേറ്റ് സാറിന് എന്തോ എന്നോട് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം വേറൊന്നുമില്ല. എൻ്റെ സുഹൃത്താണ് അനീഷ് ബാൽ, ഇവിടെ ഇരിക്കുന്നുണ്ട്. അനീഷ് ഒന്ന് എഴുന്നേറ്റ്, അവന്ന് ഒരു കൈ കാണിച്ചു കൊടുത്തു. കലാകാരനാണ്. നമ്മുടെ പല വേദികളിലും പല പ്രോഗ്രാമുകളുടെയും സ്ക്രിപ്റ്റിങ്ങും അതുപോലെ തന്നെ സ്കിറ്റുകളിലുമൊക്കെ അനീഷ് വളരെ സജീവമാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ അനീഷിനെ കുറിച്ച് ഓർക്കുമ്പം അഭിമാനിക്കുന്നു. കാരണം അനീഷ ഇങ്ങനെയൊരു സ്കൂള് മോണ്ടിസറി ബാബിനോയെ തന്നെ തിരഞ്ഞെടുത്തതിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങളെല്ലാവർക്കും. കാരണം കുട്ടികളുടെ മാനസികമായ സന്തോഷവുമാണ് അവരെ പഠനത്തിലേക്ക് നയിക്കേണ്ടത്, അല്ലേ? അപ്പോൾ എന്ത് ചോദിക്കാനുണ്ട്? എൻ്റെ മോൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഞാൻ രക്ഷകർത്താവാണ്. രക്ഷകർത്താവ് എന്നുള്ള രീതിയിലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അല്ല, ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. വേഗം ചോദിച്ചോ, എനിക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ വന്നിപ്പുണ്ട് ഇവിടെ. പകർച്ചേട്ടാ, നമ്മൾ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പകർച്ചേട്ടൻ ഇപ്പം എല്ലാവരും ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നൊരു രക്ഷകർത്താക്കളുപരി എല്ലാവരും ഒരു പ്രേക്ഷകരോടാണ്. പകർച്ചേട്ടൻ്റെ ആ ഒരു മിമിക്രി കാലം തൊട്ട് സിനിമയുടെ ഒരു വളർച്ചയും ആ ഒരു സമയം മുതൽ എല്ലാവർക്കും അറിയാവുന്നവരാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പെർഫോമൻസ്, മിമിക്രിയുടെ ഒരു പെർഫോമൻസ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല റേഡിയോ കൊടുത്തു നോക്കട്ടെ. ഇത്രയും സപ്പോർട്ടാണുള്ളത്. അപ്പം മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ ചേട്ടൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ട്രെയിനിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് കാണാൻ ഇത്രയും പേര് ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഞാൻ ട്രെയിൻ അവതരിപ്പിച്ചിട്ട് വേണം എൻ്റെ പഴയ ഐറ്റം എന്ന് പറഞ്ഞിട്ട്. നീ അടുത്ത സ്കിറ്റ് ഉണ്ടായിക്കൊണ്ട് വരാൻ വേണ്ടിയല്ലേ? ഒരിക്കലും ഇല്ല, മാവേലിക്കരക്കാർ അങ്ങനെയുള്ളവരല്ല. ഓക്കെ, അല്ല എനിക്ക് ഞാൻ പറയട്ടെ, വേറൊന്നുമില്ല. അങ്ങനെ ഒരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 4 വരി പാട്ട് പാടുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഒരിക്കലും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന ഒരു 3, 4, 5 കുട്ടികളെ മേളിലോട്ട് വിട്ടാൽ നന്നായിരിക്കും. ട്രൈ കിട്ടും. ആ, പൃഥ്വിരാജ് ഏറിയുന്നു. എല്ലാവരും താളത്തിലൊന്ന് ഒരു ക്ലാപ്പ് തന്നാൽ നല്ലതായിരിക്കും. ആ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്ങപ്പെണ്ണ, എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ആ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്ങപ്പെണ്ണ, എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ഇളങ്കരിക്കിന്റെ കണ്ണു കുത്തും തെറിച്ചു തുള്ളണം മിണ്ടാ പെണ്ണ. വാ തട്ടട തട്ടാളി മുട്ടുമുട്ടട മുട്ടാളി, തട്ടിക്കൊടെ മുട്ടിക്കൊടെ മുട്ടി തട്ടിക്കൊടെ തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്ങപ്പെണ്ണ, എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. എല്ലാരും നല്ല ശബ്ദത്തിൽ വലയിൽ കുരുങ്ങി കെട്ടിയ മീനെ പൊന്മീനെ, വാൽ കണ്ണെഴുതി വന്നൊരു മാനെ പൊന്മാനെ, മെല്ലെ കുലുങ്ങി കുലുങ്ങി കിറങ്ങി വന്നാട്ടെ. വാ വാ തട്ട് തട്ടട തട്ടാളി മുട്ടുമുട്ടട മുട്ടാളി, തട്ടിക്കൊടെ മുട്ടിക്കൊടെ മുട്ടി തട്ടിക്കൊടെ തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്ങപ്പെണ്ണ, എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ.
ക്ലാപ്സിനൊരു ഉഷാറില്ല, ഒരു ചൂടായിക്കേ. ആ മനത്തൂന്നിറങ്ങി വന്നൊരു മന്ദാര പുത്തരകമേ, നിന്നെയൊന്നു തൊട്ടോട്ടെ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. ആകാശപന്തലിൽ വട്ടമിട്ടു പറന്നിട്ടോ, എന്നെയൊന്നു നോക്കാനെന്നും താമസം തിടിയേ. തിടുക്കം കൊണ്ടു ഞാനെന്നും അടുത്തിരിപ്പല്ലേ, പടക്കം പോലെയുള്ളിൽ കൊട്ടിച്ചിരിക്കൂലേ. എന്റെ കരയിലോട്ട് കറങ്ങി കോല വാ വാ. തട്ട് തട്ടട തട്ടാളി, മുട്ടു മുട്ടട മുട്ടാളി, തട്ടിക്കൊട മുട്ടിക്കൊട മുട്ടി തട്ടിക്കൊട തൊട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണൻ, എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല ചെത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ഇളങ്കരിക്കിന്റെ കണ്ണു കുത്തും തെറിച്ചു തുള്ളണം മിണ്ടാ പെണ്ണ. വാ വാ എല്ലാരും. ജുംബലക്ക ജുംബലക്ക ജുംബരറിയ ജുംബലക്ക 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 ജുംബക്ക ജുംബക്ക ജുംബലക്ക. തട്ട് തട്ടട തട്ടാളി, മുട്ടു മുട്ടട മുട്ടാളി, തട്ടിക്കൊട മുട്ടിക്കൊട മുട്ടി തട്ടിക്കൊട തൊട്ടാളി. ജുംബലക്ക ജുംബലക്ക ജുംബരറിയ ജുംബലക്ക 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 ജുംബക്ക ജുംബക്ക ജുംബലക്ക. താങ്ക് യു വെരി മച്ച് ഹനീഷേ. താങ്ക് യു. മാവേലിക്കരുടെ സ്നേഹം കയ്യടിയായിട്ട് കൊടുക്കാമെങ്കിൽ ഉറപ്പായിട്ടും ആ മിമിക്രി പെർഫോമൻസ് നമുക്ക് കാണാം. പാട്ട് പാടിയിട്ട് എനിക്ക് മാത്രമല്ല അവർക്ക് ഡാൻസ് ചെയ്ത എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. താങ്ക് യു. ഓക്കെ. അപ്പോൾ ബാബിനോട് വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ വക ചെറിയൊരു വെടിക്കെട്ട് അതാ നല്ലത്. വെടിക്കെട്ടി തുടങ്ങാം. കണ്ടോ, വിട്ടത് ഞാൻ തന്നെയാ. മാലപ്പടക്കം. താങ്ക് യു. ഞാനിപ്പോൾ ഈ വെടിക്കെട്ട് അവതരിപ്പിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊക്കെ പറയണം പക്രുച്ചേട്ടൻ വന്നിട്ട് വെടിക്കെട്ട് പരിപാടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷം അനീഷെ ചോദിച്ചതിലും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? നമ്മുടെ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ സാറ് സ്ഥിരം എന്നോട് ചോദ്യം ചോദിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് കേൾക്കാം. ഓക്കെ. ഒന്ന് ചോദിക്കുന്നത്, ഈ ഉണ്ടപ്പക്രു എന്ന് എല്ലാവരും വിളിക്കുന്നത് എന്താ? അതൊന്ന്. രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്. ഞാനും പ്രമോദ് നാരായണനും ഒക്കെ ഞങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ ഒരുമിച്ച് പഠിച്ചു വന്നവരാണ്. അന്ന് മുതൽ ഞങ്ങൾ കാണുന്ന ഒരു മുഖമാണ്. അന്നും ഇന്നും കൂടെ കുറച്ച് മീശ ഉണ്ടായെന്ന് മാത്രമേ ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. അങ്ങേക്ക് എത്ര വയസ്സ് പ്രായം കാണും? പക്രു എന്ന ക്യാരക്ടർ അമ്പിളിയമ്മാവൻ എന്ന സിനിമയിലെ ആദ്യ പടം അമ്പിളിയമ്മാവൻ്റെ ക്യാരക്ടറാണത്. അപ്പോൾ ഈ സിനിമ ഒരു ദൂരദർശനിൽ മലയാള സിനിമ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെയോ നാലാമത്തെയോ ഈ സിനിമ ടെലികാസ്റ്റായി. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലെ വീടുകളുടെ മുറ്റത്ത് ചില വീടുകളിലൊക്കെ ടി വി ഉള്ളൂ. ടി വി പുറത്തേക്ക് വെച്ചിട്ട് നല്ല സദസ്സിരുന്ന് മലയാള സിനിമ കാണുന്നൊരു കാലമാണ്. അന്ന് മൂന്നാമത്തെ സിനിമയായിട്ട് ഈ അമ്പിളിയമ്മാവൻ ടെലികാസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള എൻ്റെ യാത്രകളിൽ പലരും എന്നോട് പേര് ചോദിക്കും, എന്താ മോൻ്റെ പേര്? ഞാൻ പറയും അജയ് കുമാർ. പക്രുവിൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് നമ്മളറിയാതെ നമ്മളിലേക്ക് വന്ന പേരാണ് പക്രു. പിന്നെ അങ്ങ് ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിന് ഞാൻ നുണ പറഞ്ഞാലും നിങ്ങളെന്തായാലും അത് അന്വേഷിച്ചെടുക്കും. നേരത്തെ പറഞ്ഞ വിരൽത്തുമ്പിലുണ്ട് കാര്യങ്ങൾ. പിന്നെ അതുപോലൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വളരെ സന്തോഷമുണ്ട്. 48 വയസ്സായി. ഓക്കെ,
ഇനി ചോദ്യമൊന്നുമില്ല. പ്രമോദ് സാറിന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എനിക്ക് വരാനും നിങ്ങളോട് സംസാരിക്കാനും എന്നെ ക്ഷണിച്ചതിലും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ രാജേഷ് ജി, അദ്ദേഹത്തോടും ബിന്ദുമ, അവർ രണ്ടുപേരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇതിപ്പോൾ പടർന്നു പന്തലിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് ഇവിടുന്ന് പഠിച്ച് കടന്നു പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുമാണ്. തീർച്ചയായിട്ടും ആരാധ്യരായിട്ടുള്ള പല വ്യക്തികളും അത്തരത്തിലുള്ള ആളുകൾ ഇതിലുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ, കലയുടെ അംശമുള്ള കാര്യങ്ങൾ, സമൂഹത്തിന് നന്മ പകരുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള വളരെ നല്ല പാഠ്യപദ്ധതികളുമായിട്ട് ഈ ബാംബിനോ മുന്നോട്ട് പോകട്ടെ. പലതരം ബാമുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? തലവേദനയ്ക്കും കാലുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ എന്ന് പറഞ്ഞതുപോലെ രക്ഷിതാക്കളുടെ തലവേദന മാറ്റാൻ ഈ ബാംബിനോയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്കിന് ഞാൻ നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ, ശുഭപ്രതീക്ഷയോടെ ഇവിടെ വേദിയിൽ കയറുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ വലിയ വിജയാശംസകൾ കൊടുത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇനിയുണ്ടോ ക്വസ്റ്റ്യൻ? വാടാ, ചോദിക്കടാ. പിന്നെന്താ? മുണ്ടൊക്കെ മടക്കി കുത്തിയാണോ? അത് ഇടിക്കാനുള്ള പരിപാടിയാണോ? ചോദ്യം ചോദിച്ചേ. ചേട്ടാ, എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് ഞാൻ നല്ല രീതിക്ക് ആക്ട് ചെയ്യുന്നതാണ്. ഒരു നല്ല ആക്ടർ ആവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരാമോ? നല്ല ആക്ടർ ആവണമെന്നെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. അതിനോടുള്ളൊരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ, അത് വെച്ചിട്ട് തീർച്ചയായിട്ടും സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വേദികൾ ഒരുപാട് കിട്ടും സ്കൂളുകളിൽ. ആ പരിപാടിയിലൊക്കെ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യണം. ടീച്ചേഴ്സ് പറഞ്ഞിരുന്ന പോലെയുള്ള സ്കിറ്റുകളോ ഡ്രാമയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ആദ്യമൊന്നും നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാം. ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ മറന്നു പോകാം. അങ്ങനെയൊക്കെയുള്ള കാര്യം ഉണ്ടാവും. പക്ഷെ അതല്ല, നമുക്ക് എവിടെ അവസരങ്ങൾ കിട്ടുന്നോ ആ അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം ആക്ടിങ് ഫീൽഡിൽ. മനസ്സിലായില്ലേ? പിന്നെ ഇതേപോലെ തന്നെ ആക്ടിങ് മാത്രം ഉള്ള പഠിക്കുകയും വേണം. പഠിക്കുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ ഈ ആക്ടിങ്ങിനോടുള്ള പാഷനും കൊണ്ട് നടക്കണം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കും കേട്ടോ. നിന്നിലൊരു നല്ല ആക്ടറുണ്ട്. ഓൾ ദ ബെസ്റ്റ്. പോരെ? ആരെ ഇഷ്ടം ആക്ടിങ്ങിൽ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും ഇഷ്ടമാണ്. ഓക്കെ, ശരി. ഞാൻ കുറച്ചേറെ സമയം എടുത്തു തോന്നുന്നു. കാരണം ഇവരെല്ലാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ അനൗചിത്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കുട്ടികളെല്ലാവരും റെഡിയായിട്ട് ഈ മേക്കപ്പൊക്കെ ചെയ്തിട്ട് പുറകിലിങ്ങനെ നിൽക്കുകയാണ്. അവരുടെ പ്രോഗ്രാം കാണാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സാർ, ചെറിയൊരു റിക്വസ്റ്റ്. ഇനി എന്തോ? ഈ മോൻ ഉൾപ്പെടെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ അനീസ് സാറിൻ്റെ മോളൊക്കെ കേന്ദ്ര കഥാപാത്രമായിട്ട് സ്കിറ്റ് ഉണ്ട്. അപ്പോൾ പറ്റിയാൽ അതൊന്ന് കണ്ടാൽ ഞങ്ങൾക്ക് കാണാം. അടുത്ത വെക്കാമോ? അധികം താമസിക്കാതെ. റെഡി ആണെങ്കിൽ പ്രോഗ്രാമിന് ശേഷം 2-3 പ്രോഗ്രാമിന് ശേഷം ഒരു 2 പ്രോഗ്രാം ഇച്ചിരി നേരത്തെ കയറ്റി കിട്ടാൻ നല്ലത്. സന്തോഷം. നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ന് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഡിയർ പാരൻസ്, നിങ്ങൾ ഒരുപാട് പേര് പുറകിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ മുകളിലും സീറ്റ്സ് അവൈലബിൾ ആണ്. സോ എല്ലാവരും മുകളിലേക്ക് പോയി ഇരുന്ന് പ്രോഗ്രാം കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മുകളിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ്. മുകളിൽ ഒരുപാട് സീറ്റ്സ് വേക്കൻ്റ് ആണ്. സോ എല്ലാവരും ഇരുന്ന് പ്രോഗ്രാം കാണണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഒരുപക്ഷെ കേരളത്തിലെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജയകുമാർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അടുത്തറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചെറിയ മനുഷ്യനാണ് സൂപ്പർ സ്റ്റാർ എന്ന്. എത്ര പ്രതിഭാശാലിയായ ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ സിനിമകളിലും ടി വി ചാനലിലുള്ള പരിപാടികളിലുമൊക്കെ കാണുമ്പോൾ ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് നമ്മൾ ഇന്നേ വരെ അജയകുമാർ എന്ന് പറയുന്ന ഈ ചെറിയ മനുഷ്യനെ കണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനല്ല, ഒരു വലിയ മനസ്സിനുടമയാണ് അദ്ദേഹം. എത്രമാത്രം, ഞാനതാണ് പ്രമോദിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്, എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ഒരു നല്ല പ്രതിഭയാണ് അദ്ദേഹം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലെ കലാപ്രതിഭയായിട്ട് തിളങ്ങിയ ഒരു ചെറുപ്പക്കാരൻ. പിന്നിട്ട പാതകളിൽ ഇന്ന് എത്രയോ സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു.
ഇത്രമാത്രം കഴിവുള്ള, ഇത്രമാത്രം നന്നായി വേദിയെ സദസ്സിനെ കയ്യിലെടുക്കുന്ന ഒരാൾ, അവരാണല്ലോ യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നിന്ന് കണ്ടു എത്രമാത്രം ഇളക്കിമറിച്ച പ്രമോദിൻ്റെ പ്രസംഗത്തിനോടൊപ്പം തന്നെ പിടിച്ചുലയ്ക്കുന്ന, ആ കാണികളെ പിടിച്ചുലയ്ക്കുന്ന, കുട്ടികളെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു മഹത്തായ പ്രതിഭയായി നമ്മുടെ അജയ് കുമാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അഭിമാനം തോന്നുന്നു ഈ വേദികളിൽ ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാവരും തന്നെ, ഒരുപക്ഷെ ശ്രീ അജയകുമാർ ഒഴിച്ച് എല്ലാവരും തന്നെ ബാംബിനോയുടെ കുടുംബാംഗങ്ങളാണ്. ഇപ്പം ബാംബിനോയുടെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബാംബിനോ എന്നുള്ളത് കുട്ടികളുടെ ഒരു ബ്രാൻഡ് നെയിമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ ദുബായിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബാംബിനോ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞു, അത് എന്നായിരിക്കുമെന്ന് അറിയാവോ സാറേ എന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പോലും അറിഞ്ഞില്ല, ലീഗൽ അഡ്വൈസറായ ഞാൻ പോലും അറിഞ്ഞില്ല ബാംബിനോ ദുബായിലേക്ക് തുടങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം. എന്തായാലും ദുബായ് എന്നല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികൾ എവിടെയുണ്ടോ അവിടങ്ങളിലെല്ലാം ബാംബിനോ എന്ന് പറയുന്ന ഈ സ്കൂള്, ഈ പ്രസ്ഥാനം, കുട്ടികളുടെ ഈ സാമ്രാജ്യം ഉണ്ടായി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഈ കുട്ടികളുടെ ഒരു സാമ്രാജ്യത്തെ 4ാം ക്ലാസ് വരെ മാത്രമാണ് ഇവർ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പാടില്ല സാർ. 4 കഴിഞ്ഞിട്ട് ഇനിയും ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും അടിയന്തരമായും ഈ സ്കൂള് ഇതിൻ്റെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നല്ല വിദ്യാർത്ഥികളെ, നല്ല തലമുറയെ നമ്മുടെ നാടിന് ലഭിക്കാൻ കഴിയുള്ളൂ. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഏറ്റവും വലിയ അവൻ്റെ ഗുണമെന്ന് പറയുന്നത്, ജീവിതത്തിൽ അവനൊരിക്കലും പരാജയപ്പെടുകയില്ല. അവന് സ്വന്തമായി അവൻ ആരാണെന്നറിയുവാനുള്ള അവൻ്റെ തിരിച്ചറിവ് ഇളം പ്രായത്തിൽ തന്നെ അവന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവൻ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അടൂർ കുടുംബ കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കോടതിയുടെ ഏറ്റവും മുൻനിരയിൽ ഇരിക്കുകയാണ്. എനിക്ക് എൻ്റെ കേസ് വിളിക്കുന്നതിന് തൊട്ട് മുമ്പായി വിളിച്ച കേസെന്ന് പറയുന്നത് ഒരു ഗാർഡിയൻ ആൻഡ് വാർഡ്, അതായത് കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു അച്ഛൻ സ്വന്തം കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുകയാണ്. അമ്മയാണ് എതിർകക്ഷി. കോടതിയുടെ നിർദ്ദേശാനുസരണം കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ കുഞ്ഞ് കോടതിയുടെ മുൻപിൽ നിൽക്കുകയാണ്. അച്ഛനും അമ്മയും 2 ഭാഗം അഭിഭാഷകരും തമ്മിൽ പൊരിഞ്ഞ വാദം നടക്കുകയാണ്. ഈ പൊരിഞ്ഞ വാദത്തിനിടയിൽ ഒരു 15-20 മിനിറ്റോളം ഈ വാദം നീണ്ടു. ഈ വാദം നീണ്ടപ്പോഴും ഇവരാരും ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ നിന്ന കുഞ്ഞ്, ഞാൻ പോലും കാണുന്നത് എൻ്റെ കയ്യിലിരുന്ന പേന, എൻ്റെ മേശപ്പുറത്തിരുന്ന എൻ്റെ പേന എടുത്തിട്ട് അവന് എൻ്റെ കേസ് ഫയലിൻ്റെ ബാക്കിലായിട്ട് അവൻ വരയ്ക്കുകയാണ്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. മനോഹരമായി ചിത്രം വരയ്ക്കുന്ന ഒരു 3.5 വയസ്സുകാരൻ, 4 വയസ്സുകാരൻ. അവൻ കോടതി മുറിയിൽ അവൻ്റെ രക്ഷകർത്തത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് അച്ഛനും അമ്മയും തമ്മിൽ ആഞ്ഞടിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാരണവശാലും ഈ കുഞ്ഞിനെ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ അവകാശം എന്നുള്ള രീതിയിലാണ് അമ്മ വാദിക്കുന്നത്. ഒരച്ഛൻ സ്വന്തം കുഞ്ഞിനെ കാണുന്നത് എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് വരുന്നു. ഇവിടെ നാം തിരിച്ചറിയുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും തന്നെ നിങ്ങൾ പരസ്പരം പോരാടാതിരിക്കുക. അവർക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും എത്ര നാൾ കഴിഞ്ഞാലും അവർക്ക് അച്ഛനെന്ന് പറയുന്നത് ഒരേ ഒരാളായിരിക്കും. അവർക്ക് അമ്മയെന്ന് പറയുന്നത് ഒരേ ഒരാളായിരിക്കും. ഭാര്യയും ഭർത്താവും ഒത്തിരി നമുക്ക് ജീവിതത്തിലുണ്ടാകാം, പക്ഷേ അച്ഛനും അമ്മയും ഒരേ ഒരാൾ മാത്രമായിരിക്കും. അത് ഒരിക്കലും നിഷേധിക്കപ്പെടരുത്. പലപ്പോഴും ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഇത് തന്നെയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീരുന്നത്? അതിന് കാരണക്കാരാണ്? നമ്മൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ പണ്ടൊക്കെ, ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഓർത്തു പോവുകയാണ്, നമ്മളൊക്കെ രാത്രിയിൽ ഉറങ്ങുന്നത് ആരോടൊപ്പമാണ്? നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമായിരുന്നു. കാര്യം അന്ന് 1-2 മുറികൾ മാത്രമാണ് നമ്മുടെയൊക്കെ വീടുകളിലുള്ളത്. നമ്മളെ ചേർത്ത് പിടിക്കുന്നത് രാത്രി 3 മണിക്കും 4 മണിക്കും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നമ്മളെ ചേർത്ത് പിടിച്ച് കൂടെ കിടത്തുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കൾ എങ്ങനെയാണ്? അവർ ചേർത്ത് പിടിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെയല്ല, മറിച്ച് മൊബൈൽ ഫോൺ തന്നെയാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. നമ്മുടെ മക്കൾ എവിടെയാണ് കിടന്നുറങ്ങുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരം കഴിഞ്ഞപ്പോൾ ഒരച്ഛന്, ഒരു പഞ്ചായത്ത് മെമ്പറാണ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, വന്നെന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഞാൻ ചോദിച്ച എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പ്രസംഗത്തിൽ നിന്നൊരു വാക്ക് അദ്ദേഹത്തിന് ഹൃദയസ്പർശിയായി തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചേർത്ത് കിടത്തുക. നിങ്ങൾക്ക് പെൺമക്കളാണെങ്കിൽ ഒരു മടിയും വേണ്ട, അവരെ നിങ്ങളുടെ കൂടെ തന്നെ കിടത്തി വളർത്തുക. നിങ്ങളുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല, ഉറപ്പാണ്.
നിങ്ങൾ അവരുടെ ഏറ്റവും നല്ല സുഹൃത്താകുക. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളിപ്പോഴെന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു കുഞ്ഞൊരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ, ഒരു കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വടിയെടുത്തവനെ അടിക്കുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ശരിയേതാണ് തെറ്റേതാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പാണ് അവനെ വഴക്ക് പറയുന്നത്. അവൻ താമസിച്ചു, വീട്ടിലേക്ക് വരാൻ താമസിച്ചു എന്നുള്ളതിന് നമ്മൾ ആദ്യം അവനെ വിളിക്കുന്നത് തെറിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുഞ്ഞിനെ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് ആരാ? ഒരു സംശയം വേണ്ട, ആരാ? അവൻ്റെ അമ്മയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞിനെ ശപിക്കുന്നത് ആരാണ്? അവൻ്റെ അമ്മയാണ്, അച്ഛനല്ല. രാവിലെ നിങ്ങളൊന്ന് എഴുന്നേൽക്കുമ്പോൾ ആലോചിച്ച് നോക്കി, രാവിലെ 5 മണി മുതൽ നിങ്ങൾ യുദ്ധം തുടങ്ങുകയാണ് വീട്ടിൽ, ശരിയല്ലേ? അവനെ ഒന്ന് വിളിച്ചുണർത്താനായിട്ട് അവൻ്റെ കാല് പിടിച്ച് വിളിക്കുന്നു, അവൻ്റെ കൈ പിടിച്ച് വലിക്കുന്നു, വെള്ളമൊഴിക്കുന്നു. അവനെ വിളിക്കാത്ത തെറികളില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവനിട്ടിരിക്കുന്ന ഡ്രസ്സിനെ സംബന്ധിച്ച് നമ്മൾ ചീത്ത വിളിയാണ്. നമ്മളൊരു CCTV വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരമ്മ ഒരു 100 കേസിൽ പ്രതിയാകും, വേണമെങ്കിൽ ഒരു ദിവസം തന്നെ. അസഭ്യം വിളിക്കുന്നത് ഉൾപ്പെടെ, ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെ, അടിക്കുന്നത് ഉൾപ്പെടെയുണ്ട്. ഭക്ഷണം കഴിക്കാത്തതിന് നമ്മൾ ചീത്ത വിളിക്കും, അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ തള്ളിപ്പറയരുത്. നിങ്ങൾ അടിക്കുന്നതിന് മുമ്പ് കാരണം എന്താണെന്ന് അന്വേഷിക്കുക. നമ്മൾ ഒരിക്കലും 100% പക്ഷം പിടിക്കേണ്ടതില്ല. പക്ഷേ അവനൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് അറിയാമായിരിക്കും, പ്രമോദ് നാരായണന്, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മകൻ. ആ മകന് നല്ല പഠിക്കുന്ന 2 കുട്ടികളാണ്. ഒരു ശനിയാഴ്ച ദിവസം പരീക്ഷയുടെ പേപ്പർ കൊണ്ടുവന്നു, മോഡൽ പരീക്ഷയുടെ പേപ്പർ വന്നു 10ാം ക്ലാസ്സിൽ. ആ പയ്യന് 1-2 വിഷയങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു. സ്വാഭാവികമായി നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ, അദ്ദേഹം കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു, നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ആ മാതാപിതാക്കൾ എന്ത് ചെയ്തു? പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിന് ചെറുതായൊന്ന് എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ആ കുഞ്ഞിനോടൊന്ന് ചോദിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം വെള്ളിയാഴ്ച സ്വാഭാവികമായും പള്ളിയിൽ പോകുന്നത് പോലെ എല്ലാവരും പള്ളിയിൽ പോയി. ഈ കുഞ്ഞ് മാത്രം പള്ളിയിൽ പോയില്ല. അവർ വീട്ടിൽ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് അവർ കരുതി. പക്ഷേ തിരിച്ച് പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ഞായറാഴ്ച ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവർ കാണുന്നത് ആ മിടുക്കനായ ആ 10ാം ക്ലാസ്സുകാരൻ വീട്ടിൽ തൂങ്ങി നിൽക്കുന്നതാണ്. ഇത് നമുക്കൊക്കെ ഒരു അനുഭവ പാഠമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ശരി, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകണം. അവർക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, അവർക്ക് എത്രമാത്രം മാർക്ക് കുറഞ്ഞാലും ശരി, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരില്ലാതെ വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. അവർക്ക് ശ്രീ അജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ട്രെസ്സും വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴും, രാവിലെ ആകട്ടെ പോകുമ്പോൾ ഒരു 5 ഉമ്മ അവന് കൊടുത്തേ. തിരിച്ചു വരുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ചൊരു 4-5 ഉമ്മ, മോനോ മോളോ ആയിക്കോട്ടെ, കൊടുത്തേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സ്ട്രെസ് ഇല്ലാതാവുകയാണ്. നിങ്ങൾ അവരെ കൂടെ കിടത്തണം. അവരെ വളർത്തി വലുതാക്കുമ്പോഴും നിങ്ങളുടെ ചലനം അവരുടെ നെഞ്ചിനോടൊപ്പം തന്നെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ മറ്റൊരു വഴിയിലേക്ക് പോകില്ല, ഉറപ്പാണ്. അവരുടെ ഏറ്റവും നല്ല സുഹൃത്താകാൻ നമുക്ക് കഴിയണം. അവർ നാളുകളിൽ പ്രണയിച്ചോട്ടെ, ആ പ്രണയത്തിനോട് നമ്മൾ കലഹിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ച് അവരോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് നമ്മൾ രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്കറിയാം, പ്രണയത്തിൻ്റെ പേരിലുമൊക്കെ തന്നെ എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ, ചെറുപ്പക്കാരൊക്കെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പലപ്പോഴും ആലോചിക്കാറുണ്ട്. കോടിക്കണക്കിന് രൂപ മത്സരിച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ലക്ഷക്കണക്കിന് രൂപ പല വിധത്തിലും നമ്മൾ സമ്പാദിക്കാറുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത്? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്? പലപ്പോഴും നമ്മൾ മക്കളെ വളർത്തുന്നത് നമ്മൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക, അവരുടെ ഈ കുട്ടിത്തം നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് കിട്ടില്ല. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന എപ്പോഴാണ്? നിങ്ങൾ അപ്പനോ അമ്മൂമ്മയോ ആകുമ്പോഴായിരിക്കും കൊച്ചുമക്കളുടെ കുട്ടിത്തമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ കുട്ടികളെ, നമ്മുടെ ഈ കുരുന്നുകളെ മതിയാവോളം അവരെ സ്നേഹിക്കണം. അവരെ എന്താണ് അവർക്ക് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം സ്വാഭാവികമായും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ നാളുകളിൽ ഏറ്റവും പ്രതിസന്ധികളില്ലാതെ വളരുവാനും സ്ട്രെസ്സില്ലാതെ അവർക്ക് മുൻനിരയിലേക്ക് വരുവാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട ബാമ്പിനോ എനിക്ക് അത്ഭുതമാണ്. ശ്രീ രാജേഷ് ശ്രീധർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഇന്ന് ഈ പ്രസ്ഥാനം കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്ന് കഴിഞ്ഞാൽ ബാമ്പുനെക്കുറിച്ച് മറ്റൊരാളോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഈ പ്രസ്ഥാനം തിരുവനന്തപുരം മുതൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി വളർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തായ്വേരെന്ന് പറയുന്നത് നമ്മുടെ ഈ ഓണാട്ടുകരയാണെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനമുണ്ട്.
അതുപോലെ നമുക്ക് ശ്രീ രാജേഷ് ശ്രീധരൻ്റെ തുടർന്നുള്ള വളർച്ചയ്ക്ക്, തുടർന്നുള്ള ഈ ബാംബിനോയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവരോടുമായി വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് അടുത്തിടെ ലഭിച്ച 2 പുരസ്കാരങ്ങളെ കുറിച്ച് പറയുകയാണ്. 2025 ഇന്ത്യ എഡ്യൂക്കേഷൻ കോൺക്ലേവ് അവാർഡ്സിൽ മികച്ച മോണ്ടിസറി സ്കൂൾ ഇൻ മാവേലിക്കര ആൻഡ് ബെസ്റ്റ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മാവേലിക്കര, ഈ അവാർഡ്സ് നമ്മുടെ ഈ സ്ഥാപനത്തിനാണ് ലഭിച്ചത്. ഈ ഒരു പ്രസ്തുത അവാർഡ് ഈ വേദിയിൽ വെച്ച് നമ്മുടെ ഡയറക്ടർ രാജേഷ് സാറിന് കൈമാറാൻ ശ്രീ അജയ് കുമാർ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. രാജേഷ് സാറും ബിന്ദു മാമിനെയും ഒരുമിച്ച് ക്ഷണിക്കുന്നു. വിദ്യാദർശൻ ടാലൻറ്റ് എക്സാമിലെ ബെസ്റ്റ് പെർഫോമൻസ് സ്കൂൾ അവാർഡ് ഏറ്റുവാങ്ങാൻ നമ്മുടെ കോർഡിനേറ്റർ രഞ്ജു മാമിനെ ക്ഷണിക്കുന്നു. ഈ അവാർഡ് നൽകുന്നതിനായി അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്കൂളിലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള അവാർഡാണ് രാഗേന്ദു ആർ നായർ, കലാംസ് വേൾഡ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ പുസ്തകങ്ങളിൽ പേര് വന്ന ശ്രീ രാഗേന്ദു ആർ നായർക്ക് അവാർഡ് നൽകാൻ അജയ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രീ KGയിലെ കൊച്ചുമിടുക്കിയാണ് രാഗേന്ദു. മൂന്ന് വയസ്സിനുള്ളിൽ ഇതിനോടകം ഒരുപാട് റെക്കോർഡ് ബുക്സുകൾ കരസ്ഥമാക്കിയ രാഗേന്ദുവിന് എല്ലാവിധ ഭാവുകങ്ങളും. അടുത്തതായി നമ്മുടെ വളർന്നു വരുന്ന ഒരു യുവ പ്രതിഭയാണ് 3 വയസ്സുകാരൻ അക്ഷജ് വി. കലാംസ് വേൾഡ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കേരള ചൈൽഡ് വെൽഫെയർ പ്രഭല്യ പുരസ്കാരം എന്നിവ നേടിയ അക്ഷജ് വിക്ക് സമ്മാനം നൽകാൻ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെ ക്ഷണിക്കുന്നു. അക്ഷജിനും സമ്മാനം നൽകുന്നത് നമ്മുടെ അജയ് കുമാർ സാറാണ്.
അടുത്തതായി കോഴിക്കോട് വെച്ച് നടന്ന നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ആരാധ്യ ചെക്കാടന് പുരസ്കാരം നൽകാൻ ശ്രീ അരുൺകുമാർ MLA ക്ഷണിക്കുന്നു. അടുത്തതായി ബാംബിനോയിലെ ഈ വർഷത്തെ ഹൗസ് തല മത്സരങ്ങളിൽ മികച്ച ടീമിനുള്ള പുരസ്കാരം നേടിയ പേർപ്പിൾ ഹൗസിനുള്ള പുരസ്കാരമാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 2025 നേടാൻ പർപ്പിൾ ഹൗസിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ ടീച്ചറായ ധനലക്ഷ്മി മാമിനെയും 4th ഗ്രേഡിലെ നിവേദസ് നായരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവർക്ക് സമ്മാനം നൽകാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അടുത്തതായി മാസ്റ്റർ ആൻഡ് മിസ് ബാംബിനോ മാവേലിക്കര, മാസ്റ്റർ അക്ഷജ് വി, മിസ് ബാംബിനോ ദക്ഷ ആർ മനോജ്. ഇവർക്ക് സമ്മാനം നൽകാൻ ശ്രീമതി ബിന്ദു മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. Master and Miss Bambino Senior, Master Bambino Ethan Biju Matthew, and Miss Bambino Manha Mishari Sultan.
Master and Miss Bambino Jr., Master Bambino Shreyas Karthi and Miss Bambino Hazel Mariam Jeevan. ഒരു അർജൻറ്റ് അനൗൺസ്മെൻ്റ് ഉണ്ട്. KL31D3044 KL31D3044 അത്യാവശ്യമായി മാറ്റി പാർക്കേണ്ടതാണ്. കൂടെ എൻ്റെ ഒരു അർജൻറ്റ് തിരുത്തുണ്ട്. ഞാൻ സംസാരിച്ചതിൽ ആ മൂന്ന് പെർഫോമൻസ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആ ടീച്ചേഴ്സിന്. കാരണം ഏറ്റവും പാടാണ് ചെറിയ കുട്ടികളെ പെർഫോമൻസ്. അത് അവരത്രയും ഭംഗിയായിട്ട് ആ ഓപ്പണിങ്ങിൽ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സ് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവരെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം ഞാൻ ചെയ്ത പാട്ടും മിമിക്രിയും നന്നായെങ്കിൽ ഒരു ക്ലാപ്പ് തരാം. അതിൻ്റെ പകുതി ക്രെഡിറ്റ് എൻ്റെ അല്ല, അവിടെ ഇരിക്കുന്ന സൗണ്ട് ഓപ്പറേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തതായി ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും വിദ്യാദർശൻ ടാലൻറ്റ് എക്സാമിൽ റാങ്ക് നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാരമാണ്. പ്രാർത്ഥന എൻ പിള്ളെ സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക്. ഈ സമ്മാനം നൽകാൻ ഡെന്നി സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ധ്യാൻ കൃഷ്ണ ആർ ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് റാങ്ക്. ഈ സമ്മാനം നൽകാൻ ഷെല്ലി മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പുരസ്കാരവും ക്യാഷ് പ്രൈസുമാണ് പ്രാർത്ഥന എൻ പിള്ളയ്ക്ക് ലഭിക്കുന്നത്. ധ്യാൻ കൃഷ്ണ ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് റാങ്ക്. ഷെല്ലി മാം.
Evelyn Rose Matthew, district level 2nd rank. Evelyn Rose Matthew, district level 2nd rank. ഈ പുരസ്കാരം നൽകാൻ റീന ജോർജ് മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. Noel Abraham Matthew, district level 2nd rank. Reena ma'am, please stay on the stage. Noel Abraham Matthew, district level 2nd rank. Ayush Manish, district level 2nd rank. Shelly ma'am, please come on. Ayush Manish, district level 2nd rank. Thank you. Thanks. Ayush Manish, district level 2nd rank. ഇതോടുകൂടി നമ്മളുടെ ഒഫീഷ്യൽ